അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മക്കളെ, 4ാം ക്ലാസ്സിലെ ഫിഖ് ഒന്നാമത്തെ പാർട്ടില് 4ാമത്തെ പാഠം ഫത്തഹ്ഹുറു, അതിന്റെ തദ്രീബാത്താണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഫത്തഹ്ഹുറു എന്ന പാഠത്തിന്റെ തദ്രീബാത്ത്. നഖറഉ വനക്തുബു, നമുക്ക് എഴുതുകയും വായിക്കുകയും ചെയ്യാം. എഴുതിയിട്ട് വായിക്കണം. ചെളി അതുപോലെ ഇവിടെ എഴുതാൻ നിങ്ങൾ കേട്ടോ. മടമ്പ്, അതുപോലെ തന്നെ ചുളിഞ്ഞ, പിന്നെ തേച്ചുരച്ച്, തീളക്കുഴി, നിർബന്ധം, ഭാഗം, ഇതേപോലെ എഴുതുക കേട്ടോ. പിന്നെ പറയാൻ പോകുന്നത് ഉത്തരം. നുജീബു, ഉത്തരം എഴുതാം. 1. കുളിയുടെ ഫർളുകൾ എത്ര? ആൻസർ 2. രണ്ടാമത്തെ ചോദ്യം, കുളിയുടെ ഫർളുകൾ ഏതെല്ലാം? 1. നിയ്യത്ത്. 2. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തൽ. ഇനി 3ാമത്തെ ചോദ്യം, കുളിക്കുമ്പോൾ വെള്ളമൊഴിക്കേണ്ട ക്രമം എഴുതുക. കുളിക്കുമ്പോൾ വെള്ളമൊഴിക്കേണ്ട ക്രമം എഴുതുക. ആദ്യം തലയിലും പിന്നീട് വലതുഭാഗത്തും ശേഷം ഇടതുഭാഗത്തും. തല, പിന്നെ വലതുഭാഗം, പിന്നെ ഇടതുഭാഗം. 4ാമത്തെ ചോദ്യം, നിർബന്ധമായ കുളിയുടെ നിയ്യത്ത് എഴുതുക. ഫർളായ കുളി ഞാൻ നിർവഹിക്കുന്നു. 5. ജുമുഅയുടെ കുളിക്ക് എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ജുമുഅയുടെ സുന്നത്ത് കുളി ഞാൻ നിർവഹിക്കുന്നു. ഇനി നക്തുബു സുനനൽ ഗുസ്ലി, കുളിയുടെ സുന്നത്തുകൾ നമുക്ക് എഴുതാം. കുളിന്റെ സുന്നത്തുകൾ എഴുതുകയാണ്. 1. ഖിബിലക്ക് മുന്നിടുക. 2. ഔറത്ത് മറക്കുക. 3. കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടെ ബിസ്മി ചൊല്ലുക. 4. വുളൂഅ് ചെയ്യുക. 5. ശേഷം ഫർളായ, ഇവിടെ ഫർളാക്കണേ, ഫർളായ എന്ന് വന്നിരിക്കുന്നത് ഫർളായ നാക്കണം, തെറ്റിപ്പോയതാ. ഫർളായ കുളിയാണെങ്കിൽ അതിന്റെ നിയ്യത്തും, സുന്നത്തായ കുളിയാണെങ്കിൽ അതിന്റെ നിയ്യത്തും ചെയ്ത് ആദ്യം തലയിലും പിന്നീട് വലതു ഭാഗത്തും ശേഷം ഇടതു ഭാഗത്തും വെള്ളം ഒഴിക്കുക. പിന്നെ 6. തേച്ചുരച്ചു കഴുകുക. പിന്നെ 7. തീളക്കുഴി, മടമ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ സൂക്ഷിച്ചു കഴുകുക. 8. കുളിയുടെ ശേഷം വുളൂഇന് ശേഷമുള്ള ദിക്റ് ചൊല്ലുക. എല്ലാ പിഴവുകൾ വരുന്നുണ്ട്. നമ്മള് കോപ്പി എടുത്ത് ഇടുമ്പോഴേ ഇത് ലാപ്ടോപ്പിൽ ആദ്യം മൊബൈലിൽ നിന്ന് എഴുതി കൊണ്ടുവരുന്നതാണ്. അപ്പൊ കുളിയുടെ ശേഷം വുളൂഇന് ശേഷമുള്ള ദിക്റ് ചൊല്ലുക. ഇനി അടുത്തത്, നക്തശിഫു വനക്തുബു വനഖറഉ ഫിസ്സഫി, നമ്മൾ ക്ലാസ്സിൽ കണ്ടെത്തുകയും എഴുതുകയും വായിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചണം, എന്നിട്ട് എഴുതണം, വായിക്കണം കേട്ടോ. ഞാൻ നേരത്തെ വായിച്ചല്ലോ, വെറുതെ വീഡിയോ വലുതാക്കണ്ടല്ലോ. പിന്നെ വായിക്കണോ? വീഡിയോ വലുതായി പോകും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ കുളിയുടെ പൂർണ്ണ രൂപം ക്രമപ്രകാരം എഴുതുക. ഔറത്ത് മറച്ച് ഖിബലക്ക് മുന്നിടുക. കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടെ ബിസ്മി ചൊല്ലുക. ശേഷം വുളൂഅ് ചെയ്യുക. ഫർളായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ആദ്യം തലയിലും പിന്നീട് വലതു ഭാഗത്തും ശേഷം ഇടതു ഭാഗത്തും വെള്ളം ഒഴിക്കുക. അപ്പോ
ഒരു കുളി ട്ടോ. ഫർളായ കുളി വിളിക്കുമ്പോ എന്നാ നീയത്ത് വെക്കും. എന്നിട്ട് നമ്മൾ കുളി നിർബന്ധമായ കുളി കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ വെച്ചത് സൂക്ഷിച്ച് കഴുകേണ്ട ഭാഗങ്ങൾ സൂക്ഷിച്ച് കഴുകുക. കുളി കഴിഞ്ഞ ഉടനെ വുളൂഇന് ശേഷമുള്ള ദുആ ചൊല്ലുക. അൽഹംദുലില്ലാഹ്, പടച്ച റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും തരണേ അല്ലാഹ്, ഞങ്ങളെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഉസ്താദുമാർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, ജീവിച്ചിരിക്കുന്നവർക്ക് നല്ല ആരോഗ്യം നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, മരണപ്പെട്ടവർക്ക് റബ്ബേ ഖബർ നീ സ്വർഗ്ഗാക്കി കൊടുക്കണേ അല്ലാഹ്, ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.